അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചൈനയിലെ ഹോൾസെയിൽ മാർക്കറ്റിലേക്കുള്ള യാത്രയാണ്. ആദ്യം പോകുന്നത് ഞാൻ ഇവിടുത്തെ ഡ്രസ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇവിടുത്തെ ഡെയിലി ലൈഫ് ആൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. അപ്പോൾ ആദ്യം ഞാൻ പോകുന്നത് ഇവിടുത്തെ ഡ്രസ് മാർക്കറ്റിലേക്കാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റ് എത്തിയതിന് ശേഷം ബാക്കി. അപ്പോൾ നമ്മുടെ സ്പോട്ട് എത്തി. ഒരു 100 മീറ്റർ നടക്കാനുണ്ട് സ്റ്റേഷനിൽ നിന്ന്, ഒരു 100 മീറ്റർ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രമേ ഈ കോംപ്ലക്സിലുള്ളൂ. ഇതിൻ്റെ സറൗണ്ടിൽ ഒരുപാട് എണ്ണി തിട്ടപ്പെടുത്താത്തത്ര ഷോപ്സ് ഉണ്ട്. ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം ഷോപ്സാണ് ഇവിടെ. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന സ്പോട്ട് വന്നിട്ട് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ പ്രോഡക്ട്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. പിന്നെ ചൈനയിലെ എല്ലാ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പർച്ചേസിങ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പ്രൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു പ്രൈസ് പറയുകയാണെങ്കിലും നമ്മുടെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ പ്രൈസ് ഓട്ടോമാറ്റിക്കലി റിഡക്ഷൻ ആവും. അപ്പോൾ നമ്മൾ ഇവിടെ ചൈനയിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് മാക്സിമം പ്രൈസ് കുറച്ച് കിട്ടും. അതാണ് ഇവിടുത്തെ ചൈനയിലെ ബിസിനസ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ക്വാണ്ടിറ്റി കൂടുമ്പോൾ പ്രൈസ് കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഷോപ്പിൽ കയറിയിട്ട് ടീഷർട്ട്, ഷർട്ട്, ജീൻസ്, ജാക്കറ്റ്സ്, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഷർട്ട്സ് നോക്കുകയാണ്. നിങ്ങളും കളക്ഷൻസ് നോക്കിക്കോളൂ. ട്രെൻഡിയാണ്, നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 600 രൂപ തൊട്ട് 1000 രൂപ വരെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ജാക്കറ്റിൻ്റെ കളക്ഷൻ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ജാക്കറ്റിൻ്റെ കളക്ഷൻ നോക്കി, ഒരു രക്ഷയില്ല. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ, സ്റ്റിച്ചിങ്, പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചോദിച്ചപ്പോൾ 135 RMB അവർ പറഞ്ഞത്. ഏകദേശം 1500 രൂപയ്ക്കൊക്കെ മുതലാണ് ശരിക്കും സാധനം. അപ്പോൾ ഞാൻ 1500 എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 1500 പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ക്വാണ്ടിറ്റിയാണ് ഇവിടുത്തെ പ്രധാന കാര്യം. ക്വാണ്ടിറ്റി നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം പ്രൈസ് കുറഞ്ഞു വരും. അടുത്ത ജീൻസിൻ്റെ കളക്ഷൻ നോക്കിക്കോളൂ. ഒരു രക്ഷയില്ല. ട്രെൻഡി, ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് ഏകദേശം 1000 തൊട്ട് 1500 രൂപേൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത്. പിന്നെ ഞാൻ ടീഷർട്ട് സെക്ഷനിൽ പോയി. ടീഷർട്ട് സെക്ഷൻ എനിക്ക് ഫസ്റ്റ് മോഡൽ തന്നെ വളരെ ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഈ മോഡൽ ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് ചോദിച്ചു. 50 RMB, അതായത് ഇന്ത്യൻ മണി ഏകദേശം 500 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് കണ്ടതും എനിക്ക് ആ ബാക്കിൽ പ്രിൻറ്റിങ് വളരെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് പാക്ക് ചെയ്യാൻ പറഞ്ഞു. 50 RMB കൊടുത്ത് സാധനം പാക്ക് ചെയ്തു. 50 RMB എന്ന് പറയുമ്പോൾ ഏകദേശം 500 to 600 രൂപ ആ ഒരു എമൗണ്ടാണ് ഇന്ത്യൻ റുപ്പി വരുന്നത്. ഞാൻ അവരുടെ വിസിറ്റിംഗ് കാർഡും വീചാറ്റ് ID യും മേടിച്ചിട്ട് ഞാൻ പോന്നു. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീചാറ്റ് ID വാങ്ങിയത്. പിന്നെ അതിനുശേഷം ഞാൻ നേരെ ലേഡീസ് സെക്ഷനിലേക്കാണ് പോയത്. ലേഡീസ് സെക്ഷൻ വളരെ പ്രീമിയമാണ്. മെൻസ് സെക്ഷനേക്കാളും പ്രീമിയമാണ്. ഫോർ എക്സാമ്പിൾ നാട്ടിൽ വലിയ വലിയ ബ്രാൻഡഡ് ഷോപ്പുകൾ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് ലോഗോയും അവരുടെ ബാഡ്ജും മാറ്റിയിട്ട് അവരുടെ പ്രൊഡക്റ്റ്സായിട്ട് സെല്ല് ചെയ്യാണ്. അപ്പോൾ നാട്ടിൽ നമുക്കിതുപോലെ ഒരു പ്രീമിയം ബ്രാൻഡ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരിക, ഇതുപോലെ ഷോപ്പുകൾ വിസിറ്റ് ചെയ്യുക, നല്ലൊരു സെല്ലറെ കണ്ടെത്തുക, നമ്മൾക്ക് വേണ്ട പോലെയുള്ള കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിൽ ചെയ്തു തരാൻ പറഞ്ഞാൽ ഇവിടെ ചെയ്തു തരും. ഇവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രോഡക്ട്സും, ഇന്ത്യയിൽ നിന്നല്ല ആഫ്രിക്കയിലും ഇന്ത്യയിലും ദുബായിലൊക്കെ ഒട്ടുമിക്ക പ്രോഡക്ട്സും ഇവിടെ വന്ന് അവരുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ലോഗോ അടിച്ചിട്ട് ഡയറക്റ്റ് വരിക, ഷോപ്പിലേക്ക് വരികയാണ്. പിന്നെ നമുക്കത് സെല്ല് ചെയ്താൽ മാത്രം മതി. ഒരു തവണ വന്ന് നിങ്ങൾ ഇവിടെ കണ്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഓൺ ബ്രാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ തവണയും അവർ നമ്മുടെ ബ്രാൻഡിൽ പേരടിച്ച് നമുക്കത് നാട്ടിലേക്ക് എത്തിച്ചേരും. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പ്രീമിയം എന്ന് പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രയും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ്.
ഈ ബിൽഡിങ്ങിൻ്റെ പുറമേ പോയി കഴിഞ്ഞാൽ മീഡിയം ക്വാളിറ്റി, ലോ ക്വാളിറ്റി എല്ലാ തരത്തിലും, അതായത് നമ്മുടെ എമൗണ്ടിനനുസരിച്ച് അവർ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് നമുക്ക് സാധനം ചെയ്തു തരും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മീഡിയം ക്വാളിറ്റി വേണോ ഹൈ ക്വാളിറ്റി വേണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ പുറമേ തന്നെ 100 കണക്കിന് കാർഗോ സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, താഴെ വന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാം. സീ കാർഗോ ആണെങ്കിൽ ഏകദേശം 45 ദിവസവും, എയർ കാർഗോ ആണെങ്കിൽ ഏകദേശം ഒരാഴ്ച കൊണ്ടും നമുക്ക് സാധനം നമ്മുടെ നാട്ടിലെത്തും.